നമസ്കാരം. നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. വിശ്വാസംസകൾ. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും പരിസരങ്ങളും സമീപത്തുള്ള കടകളും വിഷുക്കണി തോരണങ്ങൾ കൊണ്ടും കൃഷ്ണ വിഗ്രഹം, ഉടയാടകൾ, മയിൽപീലികൾ, കണി കാണുന്നതിന് കണ്ണനെ ഒരുക്കുന്നതിനുള്ള എല്ലാ ഐറ്റങ്ങളും തിരഞ്ഞെടുക്കുന്നതിൽ രാവിലെ മുതൽ ക്ഷേത്ര പരിസരത്ത് വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കുഞ്ഞികൃഷ്ണൻ, വലിയ കൃഷ്ണൻ, 500 രൂപ മുതൽ 5000 വരെയുള്ള കൃഷ്ണ വിഗ്രഹങ്ങൾ സ്വന്തമാക്കാൻ ഭക്തജനങ്ങൾ വിലപേശുകയും കണി കാണുന്നതിന് അനുയോജ്യമായ കൃഷ്ണനെ തെരഞ്ഞെടുത്ത് സ്വന്തമാക്കുന്ന തിരക്കിലാണ് ഭക്തജനങ്ങൾ. പതിവ് വർഷം പോലെ ഏപ്രിൽ 14 മേടമാസം 1-ാം തീയതി ശ്രീകൃഷ്ണ ഭഗവാനെ കണി കാണുന്നതിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചു. വിഷുക്കണി കാണുന്നതിനും ഒട്ടനവധി ഐതിഹ്യങ്ങളും ചരിത്രങ്ങളുമുണ്ട്. മേടമാസം എല്ലാ കാർഷിക വിളവെടുപ്പിന്റെയും മാസത്തിൽ കണിക്കൊന്ന പൂത്ത് പ്രകൃതി വരെ ഭഗവാന് കണിയൊരുക്കുന്ന ഈ വസന്തകാലം കാർഷിക വിളവെടുപ്പ് കൊണ്ടും സമൃദ്ധമായിരുന്ന ഈ കേരളത്തിൽ കാർഷിക വിളകളും കണിക്കൊന്ന പൂവും കണിയൊരുക്കി ഭഗവാനെ വിരുന്നൊരുക്കിയിരുന്ന ഈ കേരളം 2025 യുഗത്തിൽ വിഷു ആഘോഷത്തിനു വേണ്ടി, കേരളത്തിന്റെ കഴിഞ്ഞുപോയ വസന്തകാലത്തിനു വേണ്ടി നിരവധി ഭക്തജനങ്ങളാണ് കൃഷ്ണ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം, അധിനിവേശ കടന്നുകയറ്റങ്ങൾ, ആധുനിക ജീവിതത്തിനു വേണ്ടിയുള്ള മത്സരങ്ങൾ, മനുഷ്യരുടെ ജീവിതശൈലിക്ക് തന്നെ മാറ്റം, കാർഷിക അഭിവൃദ്ധി നഷ്ടപ്പെട്ടുവെങ്കിലും ഇതുപോലെയുള്ള വിഷു ആഘോഷങ്ങൾ മലയാളികളുടെ ഐശ്വര്യപൂർണമായ സമ്പൽ സമൃദ്ധിക്കുള്ള ഒരു ജീവിതശൈലിയുടെ ഓർമ്മ പുതുക്കലാണ്. ഭഗവാന് വിഷുക്കണി ഒരുക്കുന്നത് ഭഗവാന് ഈ നാടിന്റെ കാർഷിക വിളകളുടെ സമ്പൽ സമൃദ്ധിയുടെ ഒരു അടയാളം, ഒരു സമ്മാനമായിട്ടാണ് ഭഗവാൻ ഇത് സമർപ്പിക്കുന്നത്. എന്നാൽ ഇന്ന് ഭഗവാന് കണി കാണാൻ വെക്കുന്ന വെള്ളരിക്ക കിലോ 60 രൂപ, ചില കടകളിൽ 50 രൂപ. അതും കച്ചവട മത്സരമാണ്. വിഷുവിന് കണി കാണുന്നതിനും പായസം ഉണ്ടാക്കുന്നതിനും ഒഴിച്ചുകൂടാൻ പറ്റാത്ത നാളികേരം, 1 കിലോ വെളിച്ചെണ്ണ 320. പച്ചക്കറികൾക്ക് പല കടകളിൽ തോന്നിയ വില. തൊടുപുഴ പട്ടണത്തിൽ ഒരു കടകളിലും വില നിലവാരം നിർണയിക്കുന്ന ഒരു ബോർഡ് വരിയില്ല. ജനങ്ങളുടെ തിരക്കനുസരിച്ചാണ് ഇവരുടെ വില നിർണയം. എല്ലാ രീതിയിലും ജനജീവിതം പൊറുതിമുട്ടി നിൽക്കുന്ന ഈ സമയം എന്തു വില കൊടുത്തും വിഷു ആഘോഷമാക്കാനുള്ള തിരക്കിലാണ് ഭക്തജനങ്ങൾ. കണിക്കൊന്ന പൂവ് മാർക്കറ്റിൽ ഷോർട്ടേജാണ്. അതിനു പകരം പ്ലാസ്റ്റിക് പൂവുകളാണ് ഇടം പിടിച്ചിരിക്കുന്നത്. സമ്പൽ സമൃദ്ധിയും ഐശ്വര്യപൂർണമായ ഒരു വിഷു ആഘോഷമാക്കാൻ എല്ലാവർക്കും വിഷു കൈനീട്ടം കിട്ടട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറ ആൻഡ് റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും കെ വിജയൻ.